നമസ്കാരം. കള്ളപ്പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത 20 മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ ക്രൂര മാനസിക പീഡനത്തിനിരയായ ദളിത് യുവതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടത് കടുത്ത അവഗണനയെന്ന ആരോപണത്തിൽ അന്വേഷണമുണ്ടാകില്ല. എന്നാൽ ഇനി ഇത്തരം പരാതികൾ ഉണ്ടാകരുതെന്ന നിർദ്ദേശം തന്റെ ഓഫീസിലുള്ളവർക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പുതിയതായി എത്തുന്ന പ്രദീപ് കുമാറിന് ഇത് ഉറപ്പാക്കേണ്ട ചുമതലയും നൽകും. തന്നെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയപ്പോൾ തന്റെ പരാതി വായിച്ചു നോക്കാൻ പോലും പരാതി വാങ്ങിയ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല എന്നും നൽകിയ പരാതി മേശപ്പുറത്തേക്ക് ഇടുകയായിരുന്നുവെന്നും നെടുമങ്ങാട് ചുള്ളിയൂർ സ്വദേശിനിയായ ബിന്ദു പ്രതികരിച്ചിരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയായിരുന്നു ആരോപണം. ഇത് ശശി നിഷേധിക്കുകയും ചെയ്തു. വീട്ടുജോലിക്കായി പോയ പേരൂർക്കടയിലെ വീട്ടിൽ നിന്നും മാല മോഷണം പോയെന്ന പരാതിയിലാണ് കഴിഞ്ഞ മാസം 23-ന് നെടുമങ്ങാട് സ്വദേശിനിയായ യുവതിയെ പേരൂർക്കട പോലീസ് വിളിച്ചുവരുത്തി മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ നടത്തിയത്. താൻ മോഷണം നടത്തിയിട്ടില്ലെന്ന് യുവതി പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് യുവതിയെ ഒരു ദിവസത്തോളം സ്റ്റേഷനിൽ തന്നെ നിർത്തി. പരാതിക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെ മാല ലഭിച്ചതോടെയാണ് ചെയ്യാത്ത കുറ്റത്തിന് കസ്റ്റഡിയിലായ യുവതിയെ പോലീസ് വിട്ടയച്ചത്. ബിന്ദു അമ്പലമുക്കിയിലെ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നപ്പോഴാണ് മാല മോഷണം പോയെന്ന് കാട്ടി വീട്ടുകാർ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് ബിന്ദുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. താൻ മോഷണം നടത്തിയിട്ടില്ലെന്ന് ബിന്ദു പറഞ്ഞിട്ടും പോലീസ് അംഗീകരിക്കാൻ തയ്യാറായില്ല. പെൺമക്കളെയും കേസിൽപ്പെടുത്തുമെന്ന ഭീഷണിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സ്റ്റേഷനിൽ വെച്ച് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാനാണ് ദളിത് യുവതിയോട് പേരൂർക്കട സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്നും ബിന്ദു പറഞ്ഞു. തന്നെ മോഷ്ടാവായി ചിത്രീകരിച്ച് കസ്റ്റഡിയിലെടുത്ത പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയുമായാണ് കഴിഞ്ഞ ദിവസം യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. എന്നാൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ മറുപടിയെന്ന് യുവതി പറഞ്ഞു. അഭിഭാഷകനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. ഇതോടെയാണ് സംഭവം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. തുടർന്ന് വിവാദവുമായി. പിന്നീട് പീഡിപ്പിച്ച SIയെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ തലയൂരി. പേരൂർക്കട SI പ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കന്റോൺമെന്റ് ACPയുടെ വിശദ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണറും അറിയിച്ചു. SIയെ സസ്പെൻഡ് ചെയ്തത് സന്തോഷമുള്ളതാണെങ്കിലും അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്ത് പോലീസുകാർക്കടക്കമുള്ളവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടു. വീട്ടുടമ ഓമന ഡാനിയലിനെതിരെയും പരാതി നൽകും. കാണാതായ മാല വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടും ക്ഷമ പോലും പറയാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. താൻ ആത്മഹത്യയുടെ വക്കിലെത്തിയിരുന്നുവെന്നും ഇനി നീതി കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നും ബിന്ദു പറഞ്ഞു. മാലമോഷണ കേസിൽ പോലീസിന്റെ കടുത്ത മാനസിക പീഡനവും അവഹേളനവും ഏൽക്കേണ്ടി വന്നു. കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവും ഭീഷണിയുമായിരുന്നു രാത്രി മുഴുവൻ. കുടുംബത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് മാനസിക നില വീണ്ടെടുത്തതെന്നും ബിന്ദു പറയുന്നു.